പഠിപ്പിച്ചിട്ടേ വിടാവൂ. എന്നെ ചേച്ചിയല്ല ശാരികയുടെ മുഖത്തൊക്കെ വരയ്ക്കുന്നവരല്ല പറയുന്നത്. പിന്നെ എന്താണ് അഭിജിത്താണ് ശാരിക ശാരികയുടെ മുഖത്തേക്ക് നോക്കി ഇവരെല്ലാം കേട്ടോടിക്കും ഒരപ്പിക്കുന്ന ശാരിക അതെല്ലാം പ്രതികരിച്ചത്. പിന്നെ ഞാൻ സ്കിറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാനെന്താ സ്കിറ്റ് ചെയ്യുമായിരുന്നോ? നല്ല അടിപൊളി കലക്കൻ മറുപടി. കാരണം രേണുവിനോട് ആർക്കും എന്തുമാകാം എന്ന അവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓൾറെഡി രേണുവിന് പുറത്ത് നെഗറ്റീവ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാവരുടെയും വിചാരം രേണുവിനെ അങ്ങ് കൂട്ടത്തോടെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തത് ഭയങ്കര ഹൈപ്പായിട്ട് നടക്കും എന്നായിരിക്കും ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഈ നെവിൻ വന്ന് രേണുവിനെ ആട്ടുന്നുണ്ട്. ആട്ടാപ്പുഴു എന്ന് പറഞ്ഞിട്ട് ഒരാട്ടാട്ടി പോകുന്നുണ്ട്. പക്ഷെ രേണു അടങ്ങിയിരുന്നിട്ടൊന്നുമില്ല. രേണു അതിന് തക്കതായിട്ട് തന്നെ തിരിച്ച് രണ്ടാട്ടും ആട്ടുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ഇവൻ തിരിച്ചു വന്നിട്ട് സോറി ഇട്ടോ, ഞാനൊരാട്ടാട്ടിയതിന് സോറി ഇട്ടോ എന്ന് പറയുന്നു. അപ്പൊ അതേസമയം രേണു പറയുന്നുണ്ട് ഞാനും രണ്ടാട്ടാട്ടിയതിന് സോറി ഇട്ടോ എന്ന് രേണുവും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവൻ വന്നിട്ട് പറയാണ് നിങ്ങളുടെ മുഖം കണ്ട എങ്ങനെ ആട്ടാതിരിക്കാൻ തോന്നും എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് രേണു ചിരിച്ചോണ്ട് അവനോട് ചോദിക്കുന്നുണ്ട് ഓ എന്റെ മുഖം കണ്ടാൽ നിനക്ക് ആട്ടാൻ തോന്നുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ നെവിൻ പറയാണ് ആട്ടാ മാത്രമല്ല ഒരയ്ക്കാനും തോന്നുന്നുണ്ടെന്നൊക്കെ ഈ നെവിൻ പറയാണ്. എന്ത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയുള്ളൊരു വർത്താനം ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി പറയുന്നത്? ഒരു ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ആ ഒരു രൂപത്തിന്റെ പേരിൽ കളിയാക്കുക എന്ന് പറയുന്നത് വളരെ ബോറാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ബിഗ് ബോസ് ഇടപെടണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് കുട്ടികളടക്കം പ്രായഭേദമന്യേ എല്ലാവരും കാണുന്ന ഒരു ഷോയാണ്. അപ്പൊ അതുപോലെ തന്നെ ഇതേപോലുള്ള ഡിസ്ക്രിമിനേഷൻ കാണിക്കുമ്പോൾ അത് സൊസൈറ്റിക്ക് നൽകുന്ന ഒരു ബാഡ് മെസ്സേജ് തന്നെയാണ്. നിവിൻ ഒരു എന്റർടൈനർ ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നിവിൻ ഇതൊരു തമാശയായിട്ട് ഒട്ടും സ്വീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഒരാളുടെയും മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ പാടില്ല. ഇത്രയ്ക്കും നിലവാരം കുറഞ്ഞ സംസാരങ്ങൾ വരുമ്പോൾ ബിഗ് ബോസ് ഉടൻ തന്നെ ഇടപെടണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്തൊക്കെ ഒരു വ്യക്തി തന്നെ ആക്രമിക്കുന്നവരോട് തിരിച്ച് നല്ല രീതിയിൽ പ്രതികരിച്ചാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളൊരു നോവ് ഇല്ലാതെ പോകുന്നില്ലല്ലോ. അപ്പൊ അതേപോലെ തന്നെ ശാരിക വന്ന് ചോദിക്കുമ്പോഴും രേണു പറയുന്നുണ്ട് ശാരികയുടെ മുഖം ഇങ്ങനെ ഇട്ട് ഒരയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരിക മിണ്ടാതിരിക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ശാരിക പറയുന്നുണ്ട് ഇല്ല മിണ്ടാതിരിക്കില്ല. അപ്പൊ തന്നെയാണ് രേണു പറയുന്നത് പിന്നെ ഞാൻ അത് തന്നെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നു അല്ലാണ്ട് സ്കിറ്റ് ചെയ്യുമല്ലായിരുന്നു എന്നുള്ളത് രേണുവും പറയുന്നുണ്ട്. അവിടെ അത്രയും പേര് ഇരുന്നിട്ട് എല്ലാവരും ഇത് കേട്ട് ചിരിക്കാന്നല്ലാതെ ആരും ഇങ്ങനെ പറയരുത് എന്നുള്ളത് നെവിനോട് പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അവരെല്ലാവരും ഒരു സൈലന്റ് സപ്പോർട്ടാണെന്ന് തോന്നുന്നു. കാരണം രേണുവിന് നെഗറ്റീവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രേണുവിനെതിരെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു പോസിറ്റീവ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലെല്ലാം ഭേദം രേണു തന്നെയാണെന്ന് തോന്നുന്നു. അവിടെ ഷാനവാസും ഇരിപ്പുണ്ട് കേട്ടോ. ഈ ഒരു പ്രശ്നം നടക്കുമ്പോൾ അവിടെ ഷാനവാസും ഇരിപ്പുണ്ട്. ഷാനവാസിനാണെന്നുണ്ടെങ്കിൽ കേരള സംസ്കാരത്തിൽ സ്ത്രീകൾ എങ്ങനെ വസ്ത്രം ധരിക്കുന്നു അതിന് മാത്രമാണ് പ്രശ്നമുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യം നടന്നപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പറയാം ഇങ്ങനെയുള്ള ഒരു വർത്താനം പറയരുത്. ഒരാളെ ഒരു തരം താഴ്ത്തുന്ന രീതിയിൽ അവരുടെ ഒരു രൂപത്തെ ഇങ്ങനെ തരം താഴ്ത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒരു വർത്താനം പറയരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാവരും അവിടെ അങ്ങ് മിണ്ടാതിരുന്നത് അങ്ങ് ആസ്വദിക്കുന്നു. അങ്ങ് ഇങ്ങനെയും കുറെ എണ്ണങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും രേണു സുധി ബിഗ് ബോസിൽ എന്ത് പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് പ്രേക്ഷകരുണ്ട്. രേണു സുധി ആണെന്നുണ്ടെങ്കിൽ എന്തിനാ വന്നത് എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നൊന്നും അറിയാതെ നടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതിലാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഈ രേണു മുടി അഴിച്ചിട്ടിട്ടുണ്ട്. മുടി അഴിച്ചിട്ട് ഫുൾ സമയം ഈ മുടിയിലാണ് പരിപാടി. കക്ഷിക്ക് എന്താണ് എങ്ങനെയാണ് ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു ഐഡിയ കിട്ടി രേണു സുധി രണ്ടും കൽപ്പിച്ചിട്ട് ബിഗ് ബോസ് തകർക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ആ ബിഗ് ബോസിൽ രേണു സുധീൻ്റെ ഒരു പ്രകടനം കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. മുന്നോട്ട് ഇതേപോലെ തരം താഴ്ന്ന സംസാരങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ബിഗ് ബോസ് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യണം. ബിഗ് ബോസ് അത് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.